ധീരയായ യോദ്ധ, നാടിൻ്റെ രക്ഷകർത്താവ്, സ്വതന്ത്ര മനസ്സും ഉറച്ച തീരുമാനവും കരുതലും നിഷ്ഠയും. അറക്കൽ ആയിഷ. മുസ്ലിം രാജവംശമായ അറക്കൽ കുടുംബത്തിൻ്റെ പൈതൃകത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞവൾ. ചിറക്കൽ കേളുനായനാറിൻ്റെ പ്രതികാരയാത്രയിൽ ശക്തിയാർജിച്ച കൂട്ടാളി. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പ്രാദേശിക പ്രതിരോധത്തിൻ്റെ പ്രതീകമായി അവൾ മാറി. ശക്തിയുള്ള യോദ്ധയാണവൾ. സ്വയം തീരുമാനങ്ങളെടുക്കുന്ന വ്യക്തിത്വം, ധൈര്യം, അന്യായം അനുഭവിക്കുന്നവരോടുള്ള സഹാനുഭൂതി അവളിൽ കാണാം. കേളുവുമായുള്ള അവളുടെ ബന്ധം ശക്തമായി പോരാട്ടങ്ങൾ തെളിയിക്കുന്നു. ചരിത്രവും കൽപ്പനയും കലർത്തിപ്പിണഞ്ഞ ഒരു അതുല്യമായ കഥാപാത്രമാണവൾ. ഉറുമിയിലെ അതുല്യ ശക്തിയുടെ പ്രതീക. യുദ്ധഭൂമിയിൽ പുരുഷന്മാരെക്കാൾ മുന്നിൽ നിൽക്കുന്ന അവളുടെ ശൗര്യം, വാള് പ്രയോഗം, കൂതാൾ, കളരിപ്പയറ്റ് എല്ലാം അവൾക്ക് കൈവശം. പോർച്ചുഗീസുകാരെ നേരിടുമ്പോൾ അവളുടെ പോരാട്ട ചൂട് സിനിമയെ തന്നെ മാറ്റിമറിക്കുന്നു. അവളൊരു സ്ത്രീ യോദ്ധയല്ല, യോദ്ധയാണ്. സ്ത്രീ എന്നതിന് പ്രത്യേകമായി പറയേണ്ടതില്ലാത്തത്ര ശക്തി അവളിൽ നിറഞ്ഞിരിക്കുന്നു. കേളുവിൻ്റെ പ്രതികാരയാത്രയിൽ അവൾ ഒരു കൂട്ടാളിയല്ല, സമരത്തിൻ്റെ ഹൃദയമിടിപ്പാണ്. അവൾ ഉയർത്തുന്ന വാൾ ഒരു സ്ത്രീയുടെ വാളായിരുന്നില്ല, ഒരു മുഴുവൻ ജനതയുടെ ക്രോധവും അഭിമാനവും നിറഞ്ഞ വാളായിരുന്നു. അവളൊരു രാജകുമാരിയല്ല, യോദ്ധസഖിയാണ്. കേളു ആയിഷയെ കാണുന്നത് ഒരു സ്ത്രീയായി മാത്രമല്ല. ആയിഷയുടെ ധൈര്യം, ആത്മവിശ്വാസം, ശക്തി അവന് പ്രചോദനമാണ്. അവരുടെ കാഴ്ചകൾ, ഒരുമിച്ച് നിന്ന പോരാട്ടങ്ങൾ, അവയുടെ ഓരോന്നിലും ഒരു സ്നേഹത്തിൻ്റെ അടയാളം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പ്രണയം അവരുടെ ഇടയിൽ ഒരു അദൃശ്യബന്ധം സൃഷ്ടിച്ചു. യുദ്ധം മനുഷ്യരെ അടുപ്പിക്കുന്ന ഒരു ശക്തിയാണ്. ഒരേ ശത്രുവിനെ നേരിടുന്നു, ഒരേ ലക്ഷ്യത്തിനായി ജീവൻ പണയം വയ്ക്കുന്നു. യുദ്ധത്തിൻ്റെ തീവ്രത പങ്കിടുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം പ്രണയത്തിൻ്റെ ആഴത്തിലേക്ക് വളരാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ആഴത്തിൽ, നിശബ്ദത്തിൽ ശക്തമായാണ് ആ പ്രണയം നിലനിന്നത്. അവർ ഒരിക്കലും പ്രണയം തുറന്നു പറഞ്ഞില്ല. അത് പറഞ്ഞു പ്രകടിപ്പിക്കുന്ന പ്രണയമല്ല, പങ്കിടുന്ന പോരാട്ടത്തിലൂടെ തെളിയുന്ന പ്രണയം. അറക്കൽ ആയിഷ, കേളു നയിച്ച പ്രതികാരയാത്രയുടെ പ്രതീകമായ ആയുധം. ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പിന്നെ നീ ഒരുത്തിക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരും.